78ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിലാണ് ബഹ്റിനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവും. വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും ഇന്ത്യൻ എംബസിയിലുമെല്ലാം ഇന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് സീഫിലെ എംബസി അങ്കണത്തിൽ ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് പതാക ഉയർത്തി. പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശം അദ്ദേഹം വായിച്ചു. ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അവിടെ അരങ്ങേറി. അതുപോലെ തന്നെയാണ് പല സാംസ്കാരിക സംഘടനകളുടെയും കാര്യങ്ങൾ. കേരളീയ സമാജം, ഇന്ത്യൻ ക്ലബ്, ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി, KCA എന്നീ സംഘടനകളുടെ ആസ്ഥാനത്തും ഇന്ന് പതാക ഉയർത്തൽ ചടങ്ങുകൾ നടന്നു. ബഹ്റിനിലെ ഭരണാധികാരികളും കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ പ്രവാസ സമൂഹത്തിന് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നിരുന്നു. ഇന്ത്യ എന്നൊരു വികാരത്തിന് മുന്നിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിലൊക്കെ ഉപരിയായി തന്നെ പ്രവാസ ലോകത്ത് നമ്മൾ കാണുന്ന ഒരു കൂട്ടായ്മയാണ് മലയാളികളുടെ ഒരു സംഘടിത ശക്തി എന്ന് പറയുന്നത്. ബഹ്റിനിലും സമീപകാലത്ത് അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി. അത് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ അത്യധികം ഒരു സന്തോഷമുണ്ട്. നമ്മളെ എല്ലാവരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ജൂൺ മാസം 12-ാം തീയതി ബഹ്റിൻ മനാമ സൂക്കിലുണ്ടായ തീപിടുത്തം. മലയാളികൾ ഉൾപ്പെടെ ഒട്ടനവധി ഇന്ത്യക്കാരുടെ കടകൾ കത്തിനശിച്ചു. പലതരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടായതാണ്. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് ആലോചിച്ച് പകച്ചു നിന്നിരുന്ന ഒട്ടനവധി ആളുകൾക്ക് കൈത്താങ്ങായി മാറിയ ഒരു കൂട്ടം മലയാളി സഹോദരങ്ങളെ പറ്റിയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിലായിരുന്നു എല്ലാവരും ആ ഒരു സമയത്ത്. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ വേളയിൽ പെട്ടെന്ന് മാഹിയിൽ നിന്നുള്ള ഷബീർ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ മനസ്സിലുദിച്ച ഒരു ആശയമാണ് വലിയ ചില മാറ്റങ്ങൾക്ക് നാമ്പായി മാറിയതെന്ന് വേണം പറയാൻ. മാഹി സ്വദേശിയായ ഈ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയായിരുന്നു. ബഹ്റിനിൽ പ്രവർത്തിച്ചു വരുന്ന 60ഓളം സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അത് ചർച്ചയിൽ മാത്രം ഒതുങ്ങിയില്ല, പ്രാവർത്തികമാക്കി ഒട്ടനവധി ആളുകളുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും ഒരു സ്പർശമാവാൻ അവർക്ക് സാധിച്ചു. പ്രശ്നമുണ്ടായ മനാമ സൂക്കിൽ ഇവർ സംഘമായി ചെന്ന് സന്ദർശനം നടത്തി. വേണ്ടപ്പെട്ട ആളുകളെയുമൊക്കെ കൂട്ടിച്ചെന്ന് ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി KCT ആസ്ഥാനമായി ഇവരൊരു പ്രവർത്തന സംഘം രൂപീകരിച്ചു. അങ്ങനെ ഒട്ടനവധി ആളുകൾക്ക് ഭക്ഷണ കിറ്റ്, താമസിക്കാനുള്ള സൗകര്യം, ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് പുതുതായി ജോലി നൽകി, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര സഹായങ്ങളാണ് ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് അവർ ചെയ്തു കൊടുത്തത്. കേൾക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലായേക്കില്ല, പക്ഷേ അനുഭവിച്ചവരെ സംബന്ധിച്ച് ഒരു ദൈവസ്പർശം എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു ഇവരുടെ ഒരു ഇടപെടൽ. അപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി ആളുകളുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ട് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാവരോടുമുള്ള ഒരു ആദരവും സ്നേഹവും നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈസ്റ്റ് റിഫ മാർക്കറ്റിലുണ്ടായ ഒരു സംഭവം വലിയൊരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഈസ്റ്റ് റിഫ മാർക്കറ്റിൽ ഒരു കുടുംബം കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അതിലെ ഗൃഹനാഥൻ, അദ്ദേഹമാണ് വാഹനം ഓടിച്ചിരുന്നത്, കാർ നിർത്തി എന്തോ സാധനം വാങ്ങാൻ പുറത്തു പോയൊരു സമയത്ത് ആ കാറിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് 2 ആളുകൾ, 40 വയസ്സുള്ള ഒരു പുരുഷനും അയാളുടെ ഒരു കൂട്ടാളിയായ സ്ത്രീയും ഈ കാറിനടുത്തേക്ക് വന്ന് ഗ്യാസ് സിലിണ്ടർ ലൈറ്ററുമായാണ് ഇവർ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് കാറിലുണ്ടായിരുന്ന സ്ത്രീയോടും കുട്ടിയോടും ഇറങ്ങി മാറാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിലിണ്ടർ ഇവർ കത്തിക്കും, അങ്ങനെ അവിടെ സ്ഫോടനം നടത്തുമെന്നൊക്കെ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. അവരുടെ ഉദ്ദേശം മോഷണമായിരുന്നു. പെട്ടെന്ന് പാനിക്കായി ആ സ്ത്രീയും കുട്ടിയും വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി. ആ സമയത്ത് തന്നെ അവരുടെ പക്കലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇവർ കൈക്കലാക്കുകയും കാറുമായി കടന്നു കളയുകയും ചെയ്തു. പക്ഷേ ഈ ദൃശ്യങ്ങളെല്ലാം CCTVയിൽ പതിഞ്ഞതാണ് വലിയൊരു രക്ഷയായത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടി. ഇപ്പോൾ ഹൈ ക്രിമിനൽ കോർട്ട് ഈ 2 പ്രതികൾക്കും 5 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണല്ലോ നടന്നു വരുന്നത്. അപ്പോൾ ബഹ്റിനിൽ പുതുതായി ഇനി കെട്ടിട നിർമ്മാണ മേഖലകളിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുകയാണ് സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോ. അപ്പോൾ ഇതിലൂടെ വളരെ കാര്യക്ഷമമായി ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നത് മാത്രമല്ല, പ്രകൃതിക്ക് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള നിർമ്മിതികളൊക്കെ കണ്ടെത്തുന്നതുൾപ്പെടെ വളരെ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ ഒരു അഭിപ്രായം. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.